റാഞ്ചേട്ടാ ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്തേ. ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യൂ. ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യാൻ. ആടി കേട്ടു. ആ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലെ ശാന്തി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അന്ന് കാണാനാ. ഫാമിലി ക്ലബിലാരാ ശാന്തി? ആ കുട്ടന്റെ പെണ്ണില്ലേ, നമ്മുടെ കുട്ടന്റെ ശാന്തി. അവരിപ്പോ നമ്മുടെ കുടുംബ സുഹൃത്തുക്കളല്ലേ. ആ നല്ലതാ. ഇപ്പോഴത്തെ കാലത്ത് രക്തബന്ധത്തെക്കാൾ നല്ലത് സ്നേഹബന്ധങ്ങളാ. പിന്നെ നമ്മുടെ സബീലയുടെ മക്കളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു പ്രാഞ്ചേട്ടൻ. എന്തൊരു സ്മാർട്ടല്ലേ രണ്ടു കുട്ടികളും. എനിക്ക് ഒന്നും നോക്കാൻ നേരം എന്റെ സൂസനൊന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ അറിയണുണ്ട് നിങ്ങളുടെ ചാറ്റിംഗ് ഒക്കെ. എന്ത് ചാറ്റിങ്? ആ ഒന്നും അറിയാത്ത പോലെ. ഏതായി ബിഞ്ചു ഏത് സമയം അവളോട് ചാറ്റിംഗ് ആണല്ലോ. ഇനി പൊട്ടിക്കളി അത് പെണ്ണല്ല ആണാ. ആണോ? ഇവിടെ വേലൂരുള്ള ജീവജാലല്ലേ, അതിന്റെ രക്ഷാധികാരിയാ ബിഞ്ചു ജോസഫ്. അല്ല ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി സംശയരോഗം കൂടുണ്ടല്ലോ. എങ്ങനെ കൂടാണ്ടിരിക്കും? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏത് നേരം ഇതി കുത്തി പിടിച്ചോണ്ടിരിക്കല്ലേ പണി. നീ കരുതണ പോലെ ഈ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഉപകരണമല്ല. വേറെ 100 കൂട്ടം കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കാണാൻ പോയ സിനിമ അല്ലേ, അതിലെ പാട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാ ഞാൻ. ഇതാ കണ്ട കണ്ട കണ്ട. അത് കൊള്ളാലോ. ആ അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, നല്ല ഫുഡ് വെച്ച് ഞാൻ പഠിപ്പിക്കുന്ന ആപ്പ് ഇതിലുണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. എല്ലാ ആപ്പുകളും ഉണ്ട് ഇതില്. ലോകത്തുള്ള സകല ഭക്ഷണങ്ങളും വെച്ച് കഴിക്കാനുള്ള റെസിപ്പി ഉണ്ട് ഇതില്. ആണോ? എന്നാലേ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് തരുമോ? ഇങ്ങനെ പ്ലേ സ്റ്റോറിൽ പോവാ. എന്നിട്ട് എങ്ങനെ അടിക്കാം. തലശ്ശേരി ബിരിയാണി വെള്ളയപ്പം കണ്ടാ. കൊള്ളാം. അത് ഞാൻ ആ തലശ്ശേരി ബിരിയാണി വെള്ളയപ്പം കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ. ചെയ്തു. ആ ഇനി അതെനിക്ക് അയച്ചാ. നിനക്ക് അയച്ചെന്ന് കഴിഞ്ഞ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യൂട്ടാ. ആയിക്കോട്ടെ. ഇതല്ലേ എക്സെൻഡർ? ഇത് റിസീവർ. അയ്യോ സ്പേസ് ഇല്ലാന്ന് പ്രാഞ്ചേട്ടാ, സ്പേസ് ഇല്ലാന്നു. അതെങ്ങനെയാ? ആ ചെക്ക ഇതിനകത്തുള്ള ഗെയിം എല്ലാം കൂടെ കയറ്റി ഉള്ള സ്പേസും കൂടെ കളഞ്ഞിരിക്കുക. ഒരു കാര്യം ആവശ്യത്തിന് ഇടാൻ നോക്കി അപ്പൊ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ശരിയായിക്കോട്ടെ. ഒരു മിനിറ്റേ. ആ സ്പേസ് ആയി. ഇനി സെൻഡ് ചെയ്യൂ. കളിക്കണ ഗെയിം അല്ലത്, അവനോടൊന്നും ചോദിക്കാണ്ടേ. ഏത് സമയം ഇത് കുത്തിക്കൊണ്ടിരിപ്പാ പരിപാടി. ഏട്ടൻ ഇങ്ങോട്ട് സെൻഡ് ചെയ്യൂ. നോക്കട്ടെ ശരിയായ. ഓയ്യോ എത്ര പെട്ടെന്ന് വെള്ളയപ്പം ഉണ്ടാക്കണല്ലേ. നോക്കിക്കേ. സ്പീഡിൽ കാണിക്കണതാ നിനക്കറിയണല്ലോ. എനിക്കറിയാം, പക്ഷെ ഇതില് വെറൈറ്റി ഉണ്ടാവുമല്ലോ. പിന്നെ വെള്ളയപ്പത്തിലേ പോയാണ്. ഒരു കാര്യം ചെയ്യാം, നാളെ ഈ വെറൈറ്റി വെള്ളയപ്പം തന്നെ ഉണ്ടാക്കാം. എന്താ? തലശ്ശേരി ബിരിയാണി ചേരുവകൾ. എന്റെ അലമാരയിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചില്ലി ഗ്ലാസുകളൊക്കെ ആരാ പൊട്ടിച്ചത്? എന്തെന്ന്? ഞാനും ബ്രാഞ്ചേട്ടനും കൂടെ കഴിഞ്ഞ തവണ എറണാകുളത്ത് പോയിട്ട് വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്ന നല്ല ഡിസൈനുള്ള 8 ഗ്ലാസുകളില്ലേ, അത് ആരാ പൊട്ടിച്ചേന്ന്? എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഭയങ്കര കളിയായി പോയല്ലോ. ഞാനാ പൊട്ടിച്ചത്. നീ അപ്പൊ തന്നെ അതെടുത്ത് ഖജനാവിൽ വെച്ച് പൂട്ടണ്ടായല്ലോ. ഞാൻ അപ്പൊ ഓർത്താ അത് അങ്ങനെ തന്നെ പൊട്ടിപ്പോണം. അത് നന്നായി പോയി. ആ ഗ്ലാസിന്റെ ഡിസൈൻ കണ്ട് ചേച്ചിയുടെ കണ്ണ് മഞ്ഞളിച്ചപ്പോഴും ഞാൻ തീരുമാനിച്ചതാ അതവിടെ ശാശ്വതമായിട്ട് ഇരിക്കത്തില്ലെന്ന്. അതെ, ഗ്ലാസും വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ച് അത് അടുക്കളയിൽ ഉപയോഗിക്കണം, അല്ലാതെ അലമാരിൽ വെച്ച് പൂട്ടല്ല ചെയ്യേണ്ടത്. വല്ല പൂച്ചയെ തട്ടിമറിച്ച് എന്റെ നെഞ്ചത്തോട്ട് കയറേണ്ട ആരും. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വീട് വെക്കുമ്പോ അതിനുവേണ്ടി വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളോ അതല്ല. മലർപ്പിടിക്കാരന്റെ സ്വപ്നം. എന്റെ സ്വപ്നം ഇതുവരെ ഞാൻ കാണാത്തൊരു പൂച്ച, അതും എന്റെ അലമാര തുറന്ന് അതിനകത്തിരിക്കുന്ന ഗ്ലാസ് തള്ളിപ്പൊട്ടിക്കണമെങ്കിലേ ഞാൻ ആ പൂച്ചയെ ശരിയാക്കിക്കൊള്ളാം. ലക്ഷണം കണ്ടിട്ട് ഒരു കറുത്ത് തടിച്ച പൂച്ചയാണെന്നാ തോന്നുന്നത്.
അയ്യോ കർത്താവ്, ഇതെന്താ ഇങ്ങനെ? ചേച്ചി, ആലീസ് ചേച്ചി. ഇതെന്തിനാ ഇങ്ങനെ ഒച്ച വെക്കണേ? ഇത് നോക്കിക്കേ എന്റെ നൈറ്റ്. അയ്യോ, ഇതെന്താ ഇങ്ങനെ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇതാരാ കീറിയത്? നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ സൂസേ. കർത്താവേ, ഇത് ജാക്കറ്റ്. അയ്യോ, ഇതെന്ത് കോമഡിയാടി. ഇതെന്താ ഇങ്ങനെ? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ? ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ ഇത് ആരൊക്കെ ചെയ്യണേ? പ്രാഞ്ചേട്ടൻ എന്റെ പിറന്നാളിന് വാങ്ങിച്ചു തന്ന നൈറ്റി ആയത്. ഇതോ? ഭയങ്കര പോരാട്ടാ. 10 പൈസക്ക് അറിയില്ല അവനൊരു ഡ്രസ് എടുക്കാൻ. ചേച്ചി, മനുഷ്യനിവിടെ ചൂടായിട്ടിരിക്കുമ്പോ ഒരുമാതിരി വലിച്ച കോമഡി അടിക്കരുത് കേട്ടോ. ആണോ? എന്നാ ഇനിയുള്ളതൊക്കെ എടുത്തു നോക്കാം. അതിന്റെ അവസ്ഥ എന്താണെന്നറിയാം. ചേച്ചി, എന്റെ കല്യാണ സാരി ഇതിനകത്തുണ്ട്. ഞാൻ നോക്കിയിട്ടേ ഇതില് വേറെന്തോ കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. സത്യം പറഞ്ഞോളാം, നിന്റെ സാധനങ്ങൾ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ കീറണേ? ആരെങ്കിലും അവനവന്റെ സാധനങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ വലിച്ചു കീറുവോ? അപ്പൊ നീ എന്തിനാ എന്നെ സംശയിച്ചേ? എന്തിനാ സംശയിച്ചേന്നോ? എന്റെ ഷെൽഫിലിരിക്കുന്ന ഗ്ലാസുകൾ പൊട്ടിക്കാനും അതിലിരിക്കുന്ന ഡ്രസ്സുകൾ കീറാനും വേറെ ആർക്കാ പറ്റണേ? നിന്റെ ഞാൻ എന്തിനാ സൂസ് ഇതൊക്കെ ചെയ്യണേ? കുരുവേട്ടാ, ആലീസ് ചേച്ചിയല്ല, ആലീസ് ചേച്ചിയുടെ ഉപബോധ മനസ്സാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതെന്തുട്ട് വർത്താന വെറുതെ ഈ പറയണേ? ഇത് ഞാൻ പറഞ്ഞല്ല, പ്രാഞ്ചേട്ടൻ പറഞ്ഞ. കക്ഷിക്ക് നിങ്ങളോട് നേരിട്ട് പറയാനൊരു മടി. സൂസന്റെ ഡ്രസ്സോള് കീറണതും ഗ്ലാസ് വലിച്ചെറിയണതും ആലീസാണെന്നാ നീ പറയണേ? ആലീസ് ചേച്ചിയല്ല, ആലീസ് ചേച്ചിയുടെ ഉപബോധ മനസ്സ്. രണ്ടും ഒന്നല്ലടാ. അല്ല കുരുവേട്ട, നിങ്ങൾ വിശ്വസിക്കേ, രണ്ടും രണ്ടാണ്. മണിച്ചിത്രത്താഴില് ഗംഗയും നാഗവല്ലിയും രണ്ടും രണ്ടല്ലേ? അതിന് ഗംഗയുടെ മനസ്സിന്റെ ഉള്ളില് നാഗവല്ലി കേറി കൂടിയിട്ടുള്ള. എടാ, അതൊക്കെ സിനിമയല്ലേ? സിനിമ എന്താ അത്രയ്ക്ക് മോശ? ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത്. നമ്മള് മയക്കുമരുന്നോ ഇടുക്കി ഗോൾഡൊക്കെ അടിച്ചിട്ട് എന്തുട്ടൊക്കെ കാട്ടിക്കൂട്ടണം. നമ്മളല്ല, നീ. ആരെങ്കിലും ആവട്ടെ, എന്താ കാട്ടിക്കൂട്ടണത്? പലതും കാട്ടിക്കൂട്ടും ആണല്ലോ. അതൊക്കെ അയാള് വേണമെന്ന് കരുതിയിട്ടാണോ? അയാള് മനസ്സറിഞ്ഞ് ചെയ്യണാണോ? അല്ലല്ലോ. അല്ല, ഒക്കെ ഉപബോധ മനസ്സ് ചെയ്യിക്കണതല്ലേ? ഉപബോധ മനസ്സ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ നിയമല്ലേ? ഇല്ല. അതാണല്ലോ ഇത്തരം കുറ്റവാളികളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കണത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ ആലീസിന് ഭ്രാന്താന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആലീസ് ചേച്ചിയുടെ ഉള്ളിൽ ഒരു നാഗവല്ലി കിടപ്പുണ്ട്. അതെങ്ങനെ? അത് കണ്ടുപിടിക്കണമെങ്കിൽ ആലീസ് ചേച്ചിയുടെ കുട്ടിപ്രായത്തിലേക്ക് പോകേണ്ടി. അവര് പഠിച്ച സ്കൂള്, കോൺവെന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൈക്കിളും ചവിട്ടി ബർമുടയും ബനിയനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. നീ എന്താണ് പറയണേ? നിങ്ങൾക്ക് ആർക്ക ഭ്രാന്ത് ഇപ്പോ? കുരുവേട്ടാ, മനഃശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ലോകത്ത് മറ്റെന്തും നമുക്ക് സോൾവ് ആക്കാം. പക്ഷെ ഈ മനഃശാസ്ത്ര സമീപനം ഉണ്ടല്ലോ, വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അല്ലടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ആലീസ് ചേച്ചിയുടെ ഉള്ളിലുള്ള നാഗവല്ലി ഉണ്ടല്ലോ, അത് എത്രമാത്രം പ്രശ്നക്കാരിയാന്നുള്ളത് നമ്മളൊന്നും അറിയേണ്ടി വരും. അതിപ്പോ നമുക്ക് എങ്ങനെ അറിയാ? ആലീസ് ചേച്ചി ഈ അടുത്ത് എങ്ങടെയെങ്കിലും പോണെന്ന് പറഞ്ഞിരുന്നോ? അവളെങ്ങോട്ട് പോവാനാ? നാളെ റേഷൻ കട പോണെന്ന് പറഞ്ഞു. എന്നാ അങ്ങോട്ട് പോണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു നോക്ക്, ഒക്കെ സോൾവ് ആക്കി തരാം. അപ്പൊ അവളോട് അങ്ങനെ പറയാല്ലേ? അയ്യോ, കുരുവേട്ടൊന്ന് പേടിക്കാണ്ടിരിക്കേ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. കുരുവേട്ടാ, ഈ വർദ്ധുവിന്റെ വാക്ക് കേട്ട് വെറുതെ പുലിവാലിനൊന്നും നിൽക്കൊന്നും വേണ്ട. പ്രാഞ്ചേട്ടൻ വന്നിട്ട് മതി ഒരു തീരുമാനം എടുക്കുന്നത്. പ്രാഞ്ചേട്ടനാണല്ലോ മണിച്ചിത്രത്താഴിന്റെ ഡയറക്ടർ. ഞാൻ പറയണ കേൾക്ക്. കുരുവേട്ട, ഇപ്പൊ ആലീസ് ചേച്ചി എവിടെയുള്ള? അവിടെ തുണികളൊക്കെ ആണല്ലോ. അവിടെ ചെന്നിട്ട് ധൈര്യമായിട്ട് പറയും, റേഷൻ കടയിലേക്ക് പോണ്ടെന്ന് പറയേ. അങ്ങനെ പറയുമ്പോ മോക്കം മാറിയിട്ട് നാഗവല്ലി ചോദിക്കണ പോലെ ആലീസ് ചേച്ചി ചോദിക്കും, അതെന്താ പോയാലേ എന്ന് പറയും. അല്ല, അവളെങ്ങനെ അലക്കലെടുത്ത് പൊക്കോടാ. അങ്ങനെ പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉടനെ ആലീസ് എന്ന് വിളിക്കും. അപ്പൊ തന്നെ ആലീസ് ചേച്ചി നോർമലാവും. എനിക്കെന്താ സംഭവിച്ചേ കുരുവേട്ടാന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ചിലപ്പോ ആലീസ് ചേച്ചി കുഴഞ്ഞു വീഴാൻ പോവും. അപ്പൊ ഒന്ന് താങ്ങണം, കുരുവേട്ടൻ താങ്ങണം. ആഹാ, അത് നന്നായി. ചേച്ചി കുഴഞ്ഞു വീഴുമ്പോഴേ കുരുവേട്ടൻ താങ്ങാൻ ചെന്നാൽ അത് അതിലും വലിയൊരു ദുരന്തമായി. അല്ല, സംഗതി പണ്ട് ഞാൻ അവളെങ്ങനെ 2 കയ്യിലെങ്ങനെ എടുത്ത് നടന്നിട്ടൊക്കെ ഉണ്ട്. അതെ, ഒരു പ്രശ്നമില്ല. അരിഞ്ചാക്ക് കൊറേ ചുമന്നിട്ടുള്ളല്ലേ. പണ്ട് പ്രാഞ്ചേട്ടനും കുരുവേട്ടനും ഈ അരിക്കച്ചവടം തന്നെയായിരുന്നില്ലേ പണി? എടാ, അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ പ്രായമായില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ കുഴഞ്ഞു വീഴാൻ പോകുമ്പോ ഞാൻ ഓടി ചെന്നിട്ടേ. വേണ്ട, അത് വേണ്ട. അല്ല, ഞങ്ങൾ രണ്ടാളും ചെന്നിട്ട് ഇടപെടാം. അതൊന്നും ശരിയാവത്തില്ല കുരുവേട്ടാ.
ഇതേ അങ്ങനെ തമാശ കാണിക്കേണ്ട വിഷയമൊന്നും അല്ല. ഞാൻ ഈ കാര്യം പ്രാഞ്ചേട്ടനോട് ഇതുവരെ പറയാതിരുന്നത് ആലീസേച്ചി ഇതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ ചെയ്യുന്നെന്ന് ഓർത്തിട്ടാ. ഇത് പുറത്തറിയിച്ചിട്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട. എന്ത് പറയിപ്പിക്കണ്ടെന്ന് നീ പറയണ്? ആലീസേച്ചിക്ക് മാനസികാന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഡേസിയുടെ കാര്യം എന്താ? എന്തുട്ട്? അവളുടെ ഭാവി ഇരുളടയില്ലേ? നീ ഓരോന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കലടാ. എങ്കിൽ പിന്നെ കുരുവേട്ടൻ ചെന്ന് ആലീസേച്ചി ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ നോക്ക്. എന്റെ ചില്ലറ പൈസ ഇട്ടുന്ന ഭംഗിയുള്ള കൊടുക്കയില്ലേ, അതും ആലീസേച്ചി അറിഞ്ഞു പൊട്ടിച്ചു. അതന്നെ. ഇനി ഓരോന്ന് ഇങ്ങനത്തെ ഓരോന്ന് പൊട്ടിക്കണേട്ട് മുമ്പേ അവിടെ ചെന്ന് കാര്യം പറയും. അതെ, രാത്രി കിടക്കാൻ നേരത്ത് പരിസരത്ത് വല്ല കത്തി ഉണ്ടോന്ന് കുരുവേട്ടനൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. പേടിപ്പിക്കലടാ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ധൈര്യമായിട്ടല്ലേ പോണ്ട്. അല്ല പിന്നെ ഇതുപോലത്തെ എത്ര കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള. കമാൺ. ആലീസേ, നീ ഇന്ന് റേഷൻ കടയിൽ പോവാന്ന് പറഞ്ഞില്ലേ? ഇന്ന് പോണ്ട. എന്താ പറഞ്ഞേ? റേഷൻ കടയിലേക്ക് പോണ്ടാന്നോ? അതെ, പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട. പോണ്ടെങ്കി പോണ്ട. സൂസേക്ക് എന്തു സംഭവിക്കാം? ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ എന്നെ പിടിച്ചു നോക്കൂ. കുരുവേട്ടൻ പോയാൽ മതി. കുരുവേട്ടാ, ആര് പോയാലും റേഷൻ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നേക്കണം. ആലീസേ, അപ്പെന്താ പോയാലെന്ന് നീ എന്താ ചോദിക്കാത്തെ? ആര് പോയാലും എന്താ കുരുവേട്ടാ? കഴിഞ്ഞ പ്രാവശ്യം സൂസൻ പോയി, ഈ പ്രാവശ്യം ഞാനാ പോണ്ടത്. എനിക്കാണെങ്കിൽ മുട്ട മടിയായിട്ടിരിക്കുന്നു. കുരുവേട്ടൻ പോയാ മതി ട്ടാ. അല്ല പിന്നെ എന്താന്ന്? അല്ല, അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ പോയിക്കോ. അതെന്താ കുരുവേട്ടൻ പോയാല്? അല്ല, എനിക്ക് പോണോണ്ട് വിരോധം ഉണ്ടായിട്ടല്ല. ഒരു തവണ പറയണ എന്നോട് പോണ്ടാന്ന്, പിന്നെ പറയണ പൊക്കോളാൻ. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അതപ്പ എനിക്ക് മനസ്സിലാവാത്ത. നിനക്ക് എന്താ അലീസ സംഭവിച്ചത്? നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചേക്കണേ? സൂസന്റെ ഡ്രസ്സ് കീറിയത് ഞാനാണ്, കാശ് കൊടുക്കാൻ പൊട്ടിച്ചത് ഞാനാണ്. അതങ്ങനെ ഇപ്പത്തെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അങ്ങനെ. കുരുവേട്ടൻ ഇപ്പൊ ഇങ്ങനെ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ കുരുവേട്ടാ? കുരുവേട്ടാ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അതെ, ഇത് ആലിസേച്ചി ചെയ്യണതല്ല, ആലിസേച്ചിയുടെ ഉപബോധ മനസ്സാണ്. സമാധാനായില്ലേ? നീ വെറുതെ പോവാ. അതെന്താ നിങ്ങൾക്ക് പോയാലേ വിടമാട്ടെ മാറുമ്പോ പോട്ടെ. പ്രാഞ്ചേട്ടന്റെ വീട്ടിൽ നടക്കണോന്ന് വറുതു വന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതല്ല ഇതിനപ്പുറം നടക്കും. എന്നാലും അദൃശ്യശക്തികൾ വന്നിട്ട് വസ്ത്രം കീറാന്നൊക്കെ പറയുമ്പോ അതൊക്കെ നടക്കും. ബഷീർക്ക, നിനക്ക് വട്ടാണ്, വെറുതെ പുള്ളടിക്കുക. എന്തൊക്കെ പറയണേ? എന്തിയാള് പറയണേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കാളിയറോട് അറിയും, അവിടെ നമ്മുടെ ഒരു ബന്ധുവീടുണ്ട്. അവിടെ ഒരു വെല്ലിമ്മ ഉണ്ട്. ഈ വെല്ലിമ്മയും പേരക്കുട്ടികളും കൂടി അടുത്ത പുഴയിലേക്കാണ് കുളിക്കാൻ പോവാ. പോണ പോക്കില് അവിടെ ഒരു പാറ ഉണ്ട്. ആ പാറയില് തല തല്ലി ഒരു പെൺകുട്ടി ചത്തിട്ടുണ്ടെന്ന് ഈ വെല്ലിമ്മ പെൺകുട്ടികളോട് പറയും. അതൊരു വെള്ളിയാഴ്ച ദിവസം. മനസ്സിലായ? എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഇതിന്റെ ഈ പാറയുടെ ചുറ്റോറം ഈ പെൺകുട്ടിയുടെ ആത്മാവ് ഇങ്ങനെ കിടന്ന് പറന്നും നടക്കുന്നുണ്ടെന്ന് ഈ വെല്ലിമ്മ പെൺകുട്ടികളോട് പറയും. ഇതൊക്കെ നടക്കുവോ? നടക്കുവോന്നല്ല, അത് വയസ്സായ ആൾക്കാരെ വർത്താനാണെന്ന്. ഇത് കേൾക്കണത് ആരാ? 10-16 വയസ്സുള്ള പെൺകുട്ടി. ഒരു ദിവസം ഈ പെൺകുട്ടി ആ പാറയുടെ അതേ പോകുമ്പോ ഈ പാറയെ അറിയാണ്ട് കാല് വഴിക്കിട്ടാ വീണു. അതും ഒരു വെള്ളിയാഴ്ച ദിവസം. അന്ന് രാത്രി പെൺകുട്ടിക്ക് ചെറുതായിട്ട് പനിച്ചു. അത് കഴിഞ്ഞ് നേരം വിളിക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? ഈ പെൺകുട്ടി ആ മരിച്ച പെൺകുട്ടിനെ പോലെ ധാവണി ചുറ്റുക, കുറി തൊടുക, അതേപോലെയൊക്കെ സംസാരിക്കുക. അതെങ്ങനെ ഈ കുട്ടി? ആന്ന്. പക്ഷെ ഉപബോധം മനസ്സില് ആ പെൺകുട്ടിയുടെ ആത്മാവ് ഈ കുട്ടിയുടെ ദേഹത്തേക്ക് കയറിയെന്നാണ് ഇവളുടെ വിചാരം. തള്ള പറഞ്ഞു കൊടുക്കണ പ്രശ്നങ്ങളാണേ. പക്ഷെ ആ ഷോക്കിൽ ഇത് ഇതിന്റെ മനസ്സിലേക്ക് കയറും. മനസ്സിലായ? ഇത് സംഭവിക്കാം. അത് മനസ്സിലായ? അതാ പറയണത്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ മാറണമെങ്കിൽ നല്ല വിദ്യാഭ്യാസവും ബോധവും അറിവും വിജ്ഞാനമുള്ള എന്നെ പോലത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഒരു ശൈത്താൻ വന്നാലും കേറില്ല. അതൊക്കെ പറഞ്ഞപ്പോഴും ഓർത്തത്, നമ്മുടെ ഇതിന്റെ മേലല്ലേ സതീഷ് ചേട്ടന്റെ വൈഫ് കഴിഞ്ഞുള്ള തൂങ്ങി മരിച്ചത്?
ഇതിന്റെ മുകളിലാ ഇന്നപ്പോ പറയണ്ടേ? അതെ, നമുക്ക് അങ്ങോട്ട് നീങ്ങി പേടിയൊന്നുമില്ലേ? അങ്ങനെ പേടിയുണ്ടായിട്ടല്ല, നമുക്ക് അങ്ങോട്ട് നീങ്ങി സംസാരിക്കാൻ. അതാണ്, നമുക്ക് പേടിയൊന്നുമില്ല. നോക്കണ്ട പോരെ, നമുക്ക് പോവാ. തൊഴിലാളികൾക്ക് നേരെ MLA തോക്കെടുത്തു. പ്രാഞ്ചേട്ടാ ഇത് നോക്കിയേ, ഈ മൊബൈലിലെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഡിലീറ്റ് ആയിരിക്കുന്നു. അറിയാണ്ട് അൺഇൻസ്റ്റാൾ ബട്ടൺ ഞെക്കിണ്ടാവും. ആര് ഞെക്കാൻ? ഞാനോ? എനിക്കെന്താ പ്രാന്തുണ്ടോ? ദേ നോക്കി, എന്റെ പല കൂട്ടുകാരുടെ ഫോൺ നമ്പരും ഇല്ല ഇതില്. പോയി ഇപ്പൊ ഫോണിലും കളി തുടങ്ങിയോ? ഇതത്ര നിസ്സാരായിട്ട് കാണരുതിട്ടാ. ഈ അടുത്ത കാലത്ത് ഈ വീട്ടിലുണ്ടായ ഭൂകമ്പം നീ അറിഞ്ഞിട്ടില്ലേ? ഞാനൊക്കെ അറിയണ്ട്. എനിക്ക് എന്താ കുഴപ്പമുള്ളതുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ചെയ്യണേന്നാണ് ഇവിടെ എല്ലാവരുടെയും വർത്താനം. പിന്നെ ആരാ ചെയ്യുന്നത്? ചേച്ചി അല്ലാതെ. സൂസ, നിന്റെ മൊബൈൽ ഫോൺ ആലീസ് എടുക്കാറുണ്ടാ? എടുക്കാറൊന്നുമില്ല, പക്ഷെ അടുക്കളയിൽ അകത്തേക്ക് വെക്കുന്നതല്ലേ, വേണമെങ്കിൽ എടുക്കാലോ. ഇങ്ങനെയൊക്കെ ആലിസേച്ച് ചെയ്യണ്ടെങ്കിൽ അതിന് മാത്രം എന്താണ് നിന്നോട് ഇത്ര വലിയ പക? ആർക്കറിയാം. ആലീസേ, നിനക്കെന്താ സൂസനോട് ഇത്ര ദേഷ്യം? കുരുവേട്ട് എനിക്ക് ദേഷ്യം വന്നിട്ടോ. ഞാനല്ല അല്ലാന്ന് നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറയണം? നിങ്ങൾ പരസ്പരം പഴിയാറുണ്ട. ഇതൊക്കെ ചെയ്യണത് ആലിസേച്ചൊന്നല്ല, പിന്നെ ഈ വീട്ടിൽ തന്നെയുള്ള മറ്റൊരാളാ. ആര്? അതൊക്കെ ഉണ്ട്. ഞാൻ അയാളോട് വിശദമായിട്ട് ചോദിച്ചു. ആ ആളതൊക്കെ സമ്മതിക്കുകയും ചെയ്തു. അതാരാ അപ്പോ? നമ്മളല്ലാണ്ട് ഇനി ഇളപ്പനൊക്കുറ ആരെങ്കിലും ആണോ? അങ്ങോട്ടൊന്നും പോവാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ ഉള്ളത് എബിമോനും ഡൈസുമോളും അല്ലേ? നീ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. നിങ്ങള് സ്ഥിരമായിട്ടൊരു സീരിയൽ കണ്ടു നോക്കിയാ ആ സമയത്ത് വല്ലവരും റിമോട്ട് എടുത്ത ചാനലാ മാറ്റിയാൽ നിങ്ങളുടെ പ്രതികരണം എന്താവും? ദേഷ്യം വരും. ദേഷ്യം വന്നാലോ? വഴക്ക് പറഞ്ഞ് റിമോട്ട് വാങ്ങി സീരിയൽ വെക്കാൻ നോക്കും. വഴക്ക് പറയാൻ പറ്റാത്തവരാണെങ്കിലോ എന്ത് ചെയ്യാനാ? സാരമില്ലാന്ന് വിചാരിച്ചു എഴുന്നേറ്റ് പോവും അല്ലേ? ഇതത്രയ്ക്ക് നിസ്സാര കാര്യമല്ല. നിങ്ങൾക്ക് ആ സീരിയൽ കാണാണ്ടിരിക്കാൻ പറ്റൂല. അതിന്റെ ക്ലൈമാക്സും ആണെങ്കിലോ അപ്പൊ ശരിക്കും ഭ്രാന്താവും ഇല്ലേ? അപ്പൊ ആ ഭ്രാന്തിന് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോവും ഇല്ലേ? അതെ, അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. പ്രാഞ്ചേട്ട കാര്യം എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഞാനിതൊക്കെ ചെയ്ത ആളെ കൂടി വിളിക്കാം. ആരും ബഹളമൊന്നും ഉണ്ടാക്കണ്ട. വേണ്ട, ബഹളം വെക്കണ്ട, കയ്യാങ്കളിയും വേണ്ട. ഇവൻ നിന്റെ മൊബൈലിൽ ഒരു ഗെയിം കളിച്ചിരുന്നു. എന്തുട്ടാ അതിന്റെ പേര്? ക്ലാഷ് ഓഫ് ക്ലാൻസ്. എന്തുട്ട്? ക്ലാഷ് ഓഫ് ക്ലാൻസ്. അതിന് അമ്മ ഇന്ന് സൈറായിട്ട് കാണരുത്. ഈ കളിക്കുന്നവർക്കൊക്കെ ഓരോ രാജ്യങ്ങളുണ്ടാവും. ആ രാജ്യക്കാര് വേറെ രാജ്യക്കാരെ അറ്റാക്ക് ചെയ്തു. അതിന് കിട്ടുന്ന ഗോൾഡ് എലിക്സർ കൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യം അപ്ഗ്രേഡ് ചെയ്യും. എന്നിട്ട് ടൗൺ ഹാളിലെ ലെവൽ 10 ആക്കിക്കണ നേരത്തെ അമ്മ നിസ്സാരായിട്ട് വന്ന് ഡിലീറ്റ് ചെയ്തേ. അത് ഞാനോടാ നീ പണിയൊക്കെ ചെയ്തത്? അതെ. അത് നിനക്ക് നിസാരം. ഇവനാ ഗെയിമിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുക. സത്യം പറഞ്ഞ പഠനത്തിനേക്കാൾ ഇൻട്രസ്റ്റ്. അങ്ങനെയൊന്നുമില്ല ടപ്പ. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നീ ഇപ്പൊ ഇതൊന്നും ചെയ്യില്ല. അമ്മയുടെ നെയ്റ്റും ജാക്കറ്റൊക്കെ വെട്ടി കഷ്ണാക്കണെങ്കി നീ അത്രയ്ക്ക് സീരിയസാ. എന്റെ കർത്താവേ, ഞാൻ ഇത് വല്ലതും അറിഞ്ഞോ? അമ്മയ്ക്കൊന്നും അറിയില്ല ഞാൻ അത്രമാത്രം വിഷമിച്ചെന്ന്. കൊല്ലാനോ തോന്നി എനിക്ക്. ഞെട്ടണ്ട, ഇതൊക്കെ നിസ്സാര കാര്യ. ലോകത്തിലും വലുതാ നടക്കണേ. ഒരു റിമോട്ട് കൺട്രോളിന് വേണ്ടിട്ട് ഏട്ടനും അനിയനും തമ്മിൽ മരിച്ചിട്ടുണ്ട് ഇവിടെ. ഇത്തരം നവമാധ്യമങ്ങളിലൊക്കെ അഡിക്റ്റ് ആയിട്ട് എത്ര പേരാ. അതങ്ങോട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോ അങ്ങോട്ട് വയലന്റ് ആവണേ. ഇതൊന്നും നിസ്സാരായിട്ട് കാണണ്ട. ഞാൻ അല്ലേലും അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് തന്നെ ഇരുന്നതാ. സ്കൂള് വിട്ടു വന്നതിന് അപ്പം തുടങ്ങും ഫോൺ എടുത്ത് വെച്ച് കുത്താൻ. ആ പുസ്തകം ഒന്ന് മറച്ചു നോക്കിട്ട് ദിവസം എത്രയെന്ന് അറിയോ? ചെയ്യാത്ത കുറ്റത്തിന് എല്ലാരും കൂടി എന്നെ നാഗവല്ലിയാക്കിയില്ലേ? അതിലെന്താ പറയാനുള്ളത്? അതിപ്പോ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അത് അനുഭവിക്കുമ്പോഴേ അറിയൂ. അതെ, വേണ്ട. അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ചെയ്തത് തെറ്റാന്ന് അവന് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടെന്താ എന്റെ നൈറ്റ് തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. ജോലി ഇട്ട് 2 5 പോരെ. നീ വാങ്ങിച്ചു തരും. അതെ, നിങ്ങൾ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. എന്തായാലും അവന്റെ സാമ്രാജ്യം പോയിട്ട് അവ ഇത്രയല്ലേ ചെയ്തുള്ളൂ. പ്ലേ സ്റ്റോറിൽ അക്കൗണ്ട് വെച്ച് ഇൻസ്റ്റാൾ ചെയ്തോണ്ട് സാധനം തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാവണ്ട. ഞാൻ ഒന്നും ചെയ്യാൻ അത് ശരി. അപ്പൊ സാറ് ക്ഷമിച്ചതല്ലാന്ന് അല്ല. എന്നാ നീ മൊബൈൽ എടുക്കണമെന്ന് കാണട്ടെ. അതന്നെ, നീ ഒന്ന് ചെയ്യ്. അത് ശരി. അവരെ പോക്ക് കണ്ടില്ലേ? ദേഷ്യം നോക്കി. നീ എന്താ പ്രാഞ്ചി ചെയ്യുന്നേ? അവ ഇപ്പൊ ഇവിടെ ഒരു മാക്സേ കയറിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പോയിട്ട് ചെയ്താലാ? മോനെ